അന്നവും അഭയവും തേടിയുള്ള മനുഷ്യൻ്റെ യാത്രക്ക് അവൻ്റെ പിറവിയോളം തന്നെ ചരിത്രമുണ്ട്. ഈ പ്രയാണത്തിൻ്റെ ഭാവിക്ക് ജീവിതാന്ത്യം വരെ ദൈർഘ്യവുമുണ്ട്. കൊഴിഞ്ഞുവീണ കാലഘട്ടങ്ങളിൽ, മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത ദിശകളിൽ വാസമുറപ്പിക്കുമ്പോഴും മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രക്ക് പുതിയ മാനങ്ങൾ കൈവന്നു. ഭൂമി അതിർത്തികൾ തീർത്ത വിവിധ ദിക്കുകളിലേക്ക്, വ്യത്യസ്ത ഭാഷകളിലേക്ക്, വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിലേക്ക്. ഈ യാത്രയിൽ മനുഷ്യൻ നേടിയത് അന്നത്തിനുള്ള വക മാത്രമായിരുന്നില്ല, അറ്റമില്ലാത്ത അറിവിൻ്റെ സമ്പത്ത് കൂടിയാണ്. വാമൊഴികളിലൂടെയും വരമൊഴികളിലൂടെയും പകർന്നു കിട്ടിയ സമ്പത്ത്. എന്നാൽ അവയിൽ പലതും ചരിത്രമായി. ഈ ചരിത്രസഞ്ചാരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും സാന്നിധ്യമാകാൻ ഭാരതീയനായിട്ടുണ്ട്. അവരിൽ മുൻനിരയിൽ എന്നും മലയാളി ഉണ്ടായിരുന്നു. കാലക്രമേണ ഈ യാത്രികന് വന്നു ചേർന്ന പേരിൻ്റെ പര്യായപദമാണ് പ്രവാസി. മണലാരണ്യങ്ങളുടെ ഈ ഊഷരഭൂമിയിൽ ആദ്യമായി പാദമൂന്നിയ പ്രവാസി ആരാണെന്നറിയില്ല. കഠിനയാതനകളും വ്യത്യസ്തമായ കാലാവസ്ഥയും അതിജീവിച്ച് സാഹസികമായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ആദ്യകാല പ്രവാസിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ രേഖാചിത്രം സമർപ്പിക്കുന്നു. നമസ്കാരം. ജീവിതത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് അന്ത്യമില്ല. ജീവസന്ധാരണത്തിൻ്റെ പ്രയാണം ആരംഭിച്ച് കുടിയേറ്റത്തിൻ്റെ അരനൂറ്റാണ്ട് നാം ആഘോഷിച്ചു. എന്നാൽ ഭാരതം സ്വാതന്ത്ര്യപുലരി കാണുമ്പോൾ അതറിയാതെ പോയ മലയാളികളിൽ ചിലർ അന്ന് ഈ ഖത്തറിൽ കഴിഞ്ഞിരുന്നതായി അറിയാനായിട്ടുണ്ട്. 50 വർഷം പിന്നിട്ട് ഇന്നും ഇവിടെ ജീവിക്കുന്നവരിലൂടെ ഇടയ്ക്ക് വന്നെത്തിയ 2-3 തലമുറകളിലൂടെ ഈ നാടിൻ്റെ പുരോഗതിയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായ മലയാളിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ രേഖാചിത്രം. പാലായനത്തിൻ്റെ ചരിത്രങ്ങൾ, അനുഭവങ്ങൾ, ബന്ധങ്ങൾ ഇവ മാറി മറിഞ്ഞു വരും. എന്നാൽ പ്രവാസ ചരിതം തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നിട്ട് പോയ ചരിത്രത്തിലേക്കാണ് ഈ പ്രവാസ കഥയുടെ കവാടങ്ങൾ തുറക്കുന്നത്. ഖത്തർ മലയാളിയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അറേബ്യയും കേരളവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. പെരുമാക്കന്മാരുടെ കാലം തൊട്ടേ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കടൽമാർഗം വാണിജ്യബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ് അറേബ്യൻ ജനത. ആ ബന്ധത്തിലൂടെ കേരളം സമ്പൽ സമൃദ്ധി കൈവരിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ പോർച്ചുഗീസ് അധിനിവേശവും തുടർന്നു വന്ന ബ്രിട്ടീഷ് അധിനിവേശവും അറബ് കേരള ബന്ധത്തിന് തുരങ്കം വച്ചു. അധിനിവേശ ശക്തികളുടെ പകൽക്കൊള്ളയിൽ അധ്വാനത്തിന് പ്രതിഫലവും വിളകൾക്ക് വിലയുമില്ലാതായി. ദാരിദ്ര്യവും പട്ടിണിയും പിടിമുറുക്കിയപ്പോൾ അധ്വാനശേഷിയും സാഹസിക ചിന്തയുമുള്ള മലയാളി അന്നം തേടിയുള്ള തൻ്റെ യാത്രയാരംഭിച്ചു. മദിരാശി ആസ്ഥാനമായുള്ള മലബാർ മേഖലകളിൽ നിന്നാണ് മലയാണ്മയുടെ പ്രവാസം ആരംഭിക്കുന്നത്. ആദ്യമാദ്യം അവിഭക്ത ഇന്ത്യയുടെ മഹാനഗരങ്ങളിൽ ഡൽഹി, മദ്രാസ്, കൽക്കത്ത, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിലേക്ക്. പിന്നെ ബർമ്മ, സിലോൺ, സിംഗപ്പൂർ, മലൈ എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യകാല പ്രവാസികൾ അഭയം തേടിയെത്തിയത്. ആയിരത്തി 1940-കളിൽ അറേബ്യൻ മണലാരണ്യങ്ങളിൽ എണ്ണയുടെ ഉറവുകൾ കണ്ടെത്തിയതോടെ മേച്ചിൽപ്പുറം തേടി അലഞ്ഞിരുന്ന പ്രവാസിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതിനകം പ്രവാസത്തിന്റെ പാഠങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ആദ്യമാദ്യം ഈ മണ്ണിലെത്തി തുടങ്ങിയത്. പത്തേമാരികളിൽ, കള്ളലോഞ്ചുകളിൽ, ചരക്ക് കപ്പലുകളിൽ കാറ്റിൻ്റെയും ചൂടിൻ്റെയും നീരാളിപ്പിടുത്തം വകവയ്ക്കാതെ അവർ ഈ തീരത്തണഞ്ഞു.
ഉഷ്ണം പുതച്ചുറങ്ങുന്ന ഈ പുതിയ മേച്ചിൽപ്പുറം സ്വപ്നഭൂമിയായി നാടെങ്ങും ഉയർത്തപ്പെട്ടു. ഗൾഫ് എന്ന സ്വപ്നഭൂമി. അറേബ്യൻ ഗൾഫ് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഖത്തർ എന്ന ഈ കൊച്ചുരാജ്യം അന്ന് അത്രയൊന്നും അറിയപ്പെട്ടിരുന്നില്ല. ആയിരത്തി 1939 എണ്ണയുടെ നിക്ഷേപം കണ്ടെത്തിയിരുന്നെങ്കിലും ഉൽപാദനത്തിന് കാലമേറെ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശമായതിനാൽ സാംസ്കാരികവും നാഗരികവുമായ മുന്നേറ്റത്തിന് ഗതിവേഗം കുറവായിരുന്നു. കുറഞ്ഞ ജനസംഖ്യ തൊഴിൽ രംഗത്തേക്കുള്ള സാധ്യത തുറന്നിട്ടു. 1940-കൾക്ക് ശേഷം ഒറ്റയായി പ്രവാസികൾ ഈ കൊച്ചു തുരുത്തിലേക്ക് എത്തിത്തുടങ്ങി. 1970 ആയപ്പോഴേക്കും മലയാളികളായ പ്രവാസികൾ ഖത്തറിലേക്ക് ചേക്കേറാൻ തുടങ്ങിയിരുന്നു.